കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് കടന്നു വരാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്കാണ് എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ മറ്റൊരു വാക്കാണ് നാളെയെക്കുറിച്ച് വിചാരപ്പെടേണ്ട. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ മറ്റൊരു പദമാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. കർത്താവ് പറഞ്ഞ മറ്റൊരു ഭാഗത്ത് ഇപ്രകാരം പറഞ്ഞു: ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു. ആ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് വ്യക്തമായി പറയുന്നു എപ്രകാരം വേണ്ടും പോലെ എഫക്റ്റീവായിട്ട് പ്രാർത്ഥിക്കണമെന്ന് താങ്കൾക്കും എനിക്കും അറിയില്ല എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളുടെയും എൻ്റെയും ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നന്നായി അറിയാം. നമ്മിൽ വസിക്കുന്ന ആത്മാവ് നമ്മെ ക്രിസ്തുവിൽ വസിക്കുവാൻ സഹായിക്കുന്നതിനൊപ്പം തന്നെ എപ്രകാരം ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കണമെന്നും നമുക്ക് അറിവില്ലാത്ത സമയത്ത് പ്രാർത്ഥനയുടെ ഒരു പുതിയ നിലവാരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ, അതായത് പ്രാർത്ഥന എപ്രകാരം ദൈവഹിത പ്രകാരം കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം കർത്താവിനോടുള്ള ആർദ്രത നിമിത്തം നമുക്ക് എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പ്രാകൃത മനുഷ്യൻ ദൈവത്തോട് അവൻ്റെ പ്രാകൃത സ്വഭാവത്തിനൊത്തവണ്ണം പ്രാർത്ഥിക്കുമ്പോൾ ആത്മമനുഷ്യൻ പ്രാകൃത സ്വഭാവത്തിന് അനുസരിച്ചല്ല പ്രാർത്ഥിക്കുന്നത്. ആത്മമനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് നിശ്ചയമായിട്ടും ആത്മാവിൻ്റെ ഹിതപ്രകാരമാണ്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമാണ്, ദൈവത്തിൻ്റെ ചിന്തയ്ക്കനുസരിച്ചാണ്. പ്രാകൃത മനുഷ്യൻ ചിന്തിക്കുന്നത് ജഡത്തിനുള്ളതാണ്, ആത്മമനുഷ്യൻ ചിന്തിക്കുന്നത് ദൈവത്തിനുള്ളതാണ്, ആത്മാവിനുള്ളതാണ്. കാരണം ദൈവം ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തമാക്കി തൻ്റെ ഹൃദയം ഇന്ന് നമ്മോട് പകരുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമാക്കുകയാണ് വേണ്ടും പോലെ പ്രാർത്ഥിക്കുക എന്നത് മനുഷ്യർക്ക് കഴിയുന്ന കാര്യം അല്ല. എന്നാൽ നാം നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ചിന്തകൾ എല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് മനസ്സിന് സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതായത് ജഡീകമായ ഒരു കഷ്ടമായിട്ട്, ഒരു ആചാരമായി, ഒരു ചടങ്ങായി പ്രാർത്ഥന ഒതുങ്ങിപ്പോകുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി പറയുകയാണ്, പ്രിയ ദൈവജനമേ, പ്രാർത്ഥന എന്നത് തീർത്തും ആത്മീകമാകുന്ന ഒരു അനുഭവമാണ്. അത് ജഡീക അനുഭവം മാത്രമായി, നിങ്ങളുടെ മനസ്സിന് സുഖം തരുന്നത് മാത്രമായി നിന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഇല്ല. പ്രാർത്ഥന എന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലൂടെ, നിങ്ങളൊരു പാത്രമായി മാറി, നിങ്ങളൊരു വെസ്സലായി മാറി, ഒരു ഉപകരണമായി മാറി, ഒരു മാധ്യമമായി മാറി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രാർത്ഥന വെളിപ്പെടുന്നതാണ് സത്യസന്ധമായ ആത്മാവിലുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന നിങ്ങളുടെ ഹിതം പറയുന്നതല്ല, നിങ്ങളുടെ ഇഷ്ടമോ നിങ്ങളുടെ ആഗ്രഹങ്ങളോ പറയുന്നതല്ല, നിങ്ങളുടെ ചിന്താകൂലങ്ങൾ കുറയ്ക്കാൻ വേണ്ടി, നിങ്ങളുടെ ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടി, നിങ്ങളുടെ മാനസികമായ പ്രയാസം കുറയ്ക്കാൻ വേണ്ടി, നിങ്ങളുടെ ചിന്താകൂലങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു മാധ്യമമല്ല പ്രാർത്ഥന. മറിച്ച് ദൈവത്തിൻ്റെ ഹൃദയം എന്തെന്നറിഞ്ഞ്, ദൈവത്തിൻ്റെ മനസ്സെന്തെന്നറിഞ്ഞ്, ദൈവത്തോടുള്ള സ്നേഹം എന്തെന്നറിഞ്ഞ്, ദൈവവുമായുള്ള ബന്ധം എന്തെന്നറിഞ്ഞ് ആ സ്നേഹത്തിൽ നാം ഒന്നായി ചേരുന്ന, പിതാവിനും പുത്രനിലുമുള്ള ആ കൂട്ടായ്മയിൽ നാം ഒന്നായി ചേരുന്ന, ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ ഒന്നായി ചേരുന്ന
അനുഭവമാണ് സത്യസന്ധമായി പരിശുദ്ധാത്മാവിനാലുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന മാത്രമാണ് സ്വർഗത്തിൽ എത്തുന്ന പ്രാർത്ഥന. നിങ്ങൾ ഒരു മരണത്തിന്റെ മുമ്പിലായാലും, നിങ്ങൾ ഏറ്റവും വലിയൊരു പ്രതികൂലത്തിന്റെ മുൻപിലായാലും, ദൈവത്തിന്റെ ആത്മാവ് നിയോഗിക്കുന്നത് മാത്രം നിങ്ങളുടെ നാവിൽ നിന്ന് വരുവാൻ തക്കവണ്ണം നിങ്ങൾ തഴക്കം പ്രാപിക്കട്ടെ, അഭ്യാസം പ്രാപിക്കട്ടെ എന്ന് ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ആരും സഹായത്തിന് ഇല്ല എന്ന് തോന്നുമ്പോൾ, നാം ദൈവത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാൻ ആഗ്രഹിക്കും. എന്നാൽ ഒരു ആത്മമനുഷ്യൻ, ആത്മാവിൽ ജനിച്ചവൻ അപ്രകാരമല്ല ചെയ്യുന്നത്. അവൻ ആശ്വാസം കണ്ടെത്തുകയല്ല ചെയ്യുന്നത്, അവൻ ക്രിസ്തുവിൽ വളരുകയാണ് ചെയ്യുന്നത്. ആത്മാവിലുള്ള പ്രാർത്ഥന നമ്മെ ക്രിസ്തുവിനോടുകൂടെ അടുപ്പിച്ച് ക്രിസ്തുവാകുന്ന ആ പാറവയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. സത്യസന്ധമായ ദൈവിക അനുഭവം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ജഡപ്രകാരം വിവരിക്കുവാൻ കഴിയുന്നതല്ല. അത് ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ചാൽ മാത്രം വെളിപ്പെടുന്ന സത്യമാണ്. ഈ സത്യത്തിന് മാറ്റം ഇല്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഞാൻ നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങൾ ദയവായി വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ വളരെ നേരം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും പ്രാർത്ഥനയായിരിക്കാം. പക്ഷേ അത് ദൈവാത്മാവിനാലുള്ള പ്രാർത്ഥനയാണോ അല്ലയോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കാരണം പലരും വഞ്ചിക്കപ്പെടുകയാണ്. പലരും പ്രാർത്ഥിക്കുന്നത് അവരുടെ മനസ്സിന്റെ സുഖത്തിന് വേണ്ടിയാണ്. പലരും പ്രാർത്ഥിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ നടക്കുവാൻ വേണ്ടിയാണ്. പലരും പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രതികൂലം മാറിപ്പോകുവാനാണ്. പ്രതികൂലം മാറുവാനും മനസ്സിന് സുഖം കിട്ടാനും സന്തോഷം ലഭിക്കുവാനും സമാധാനം ലഭിക്കുവാനും അല്ല സത്യസന്ധമായ പ്രാർത്ഥന. സത്യസന്ധമായ പ്രാർത്ഥന കർത്താവ് ഏത് സാഹചര്യത്തിലൂടെ നടക്കുന്നുവോ ഏത് സാഹചര്യത്തിലും കർത്താവിനെ മാത്രം നോക്കി, കർത്താവിൽ മാത്രം ആശ്രയിച്ച്, കർത്താവിനെ മാത്രം സ്നേഹിച്ച്, കർത്താവിൽ മാത്രം ഉറച്ചു നിന്ന് മുൻപോട്ട് പോകുവാൻ ആത്മാവിനാൽ നമ്മെ സഹായിക്കുന്ന, ആത്മാവിനാൽ അതിനായി നമ്മിൽ നിന്ന് ഉയർന്നു വരുന്ന ദൈവം തരുന്ന വാക്കുകളാണ് സത്യസന്ധമായ പ്രാർത്ഥന. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, സത്യസന്ധമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മാവിലുള്ള പ്രാർത്ഥന, ദൈവാത്മാവിനാൽ ഉളവാകുന്ന പ്രാർത്ഥന നമ്മെ തന്നെ ത്യജിക്കാൻ ശീലിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രാർത്ഥനയല്ല, നമ്മെ ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് സത്യസന്ധമായ പ്രാർത്ഥന. നമ്മുടെ ലക്ഷ്യം ക്രിസ്തു മാത്രമായിരിക്കും. നമ്മുടെ ലക്ഷ്യം ആ അരുമനാഥനോടുകൂടെ ചേരുന്നത് മാത്രമായിരിക്കും. നമ്മുടെ ലക്ഷ്യം സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്തതിയായി ആ പിതാവിന് യോഗ്യമായ നിലവാരത്തിൽ ജീവിക്കുന്നത് മാത്രമായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്നത്, കർത്താവിൻ്റെ കൃപയാൽ ശ്രദ്ധയോടെ കേൾപ്പിൻ. ഈ ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് വരണം. അതാണ് ആത്മീക പക്വത. അവിടെയാണ് ദൈവവും നാമുമായിട്ടുള്ള ബന്ധം ശരിയാണ് എന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അവിടെയാണ് നമുക്ക് വ്യക്തമായ രീതിയിൽ കർത്താവുമായുള്ള കൂട്ടായ്മ അനുഭവിപ്പാൻ കഴിയുന്നത്. അവിടെയാണ് ശരിയായ രീതിയിൽ നാം വീണ്ടും ജനിച്ചതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിനെ അറിയുന്നു എന്ന് പറഞ്ഞിട്ടോ, നിങ്ങൾ കൃപാവരങ്ങളിൽ വർദ്ധിച്ചു വന്നു എന്ന് പറഞ്ഞിട്ടോ അർത്ഥമില്ല. അർത്ഥം ഇല്ല എന്ന് പറയുമ്പോൾ അതിനൊന്നും അർത്ഥമില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ നിലവാരത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ അതൊന്നും കൊണ്ട് ഗുണം കിട്ടില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ ഈ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ സ്വർഗത്തിൽ പ്രതിഫലം സ്വരൂപിക്കുവാൻ വേണ്ടിയുള്ള ജീവിതമാണ്. ഈ ലോകത്ത് നിങ്ങൾ എത്ര പ്രതിഫലം കിട്ടിയാലും നിങ്ങൾക്ക് അതുകൊണ്ട് സ്വർഗത്തിൽ പ്രതിഫലമില്ല. ഈ ലോകത്ത് നിങ്ങൾക്ക് എത്ര അനുഗ്രഹം കിട്ടിയാലും, നിങ്ങൾ എത്രത്തോളം ദൈവത്തിന് അതിനെല്ലാം നന്ദി പറഞ്ഞാലും, നിങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിന് അതൊന്നും ഒരു ഗുണവും ചെയ്യില്ല.
നിങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിന് ഗുണം ചെയ്യുന്നത് ആ അരുമനാഥന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ആ ദിവ്യ അനുഭവം മാത്രമാണ്. അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ദുഷ്ടന്റെ തന്ത്രത്തിൽ കുടുങ്ങിപ്പോകാതെ വണ്ണം സൂക്ഷിച്ചുകൊള്ളുവിൻ. ദുഷ്ടനായവൻ നിങ്ങളെ നിങ്ങളുടെ സാഹചര്യത്തെ മാത്രം നോക്കുവാൻ പ്രേരിപ്പിക്കും. നിങ്ങളെ നിങ്ങളുടെ സാഹചര്യം മാത്രം നോക്കി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങളെ നിങ്ങളുടെ സാഹചര്യം മാത്രം ചിന്തിച്ച് അത് മാത്രം ദൈവത്തോട് പറയുവാൻ, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാൻ, അതിനെ പർവ്വതീകരിച്ച് മുൻപോട്ട് പോകുവാൻ ദുഷ്ടനായവൻ നിങ്ങളെ ചിന്തിപ്പിക്കും, നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങൾ ആ ഒരു നിലവാരത്തിലേക്ക് പോകും. പക്ഷേ കർത്താവിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. കർത്താവിന്റെ വാക്കനുസരിക്കുന്നവൻ പാറമേൽ വീട് പണിതവന് തുല്യമാണ്. ആ വ്യക്തി മരണത്തിലും പ്രത്യാശയുള്ളവനാണ്, കഷ്ടതയിലും പ്രത്യാശയുള്ളവനാണ്, ഏത് ഇല്ലായ്മയുടെ അവസ്ഥയിലും പ്രത്യാശയുള്ളവനാണ്, ഏത് തകർച്ചയിലും പ്രത്യാശയുള്ളവനാണ്. ആ വ്യക്തിയുടെ മുൻവശത്ത് 1000 പേരും ആ വ്യക്തിയുടെ വലതുവശത്ത് 10,000 പേരും വീഴും, പക്ഷേ ആ വ്യക്തി കുലുങ്ങത്തില്ല. ഞാൻ ഈ പറയുന്നത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ല. ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ സ്വാഭാവികമായിട്ട് ഇത് സംഭവിക്കും. അത് സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളിൽ എന്തോ കാര്യമായ തകരാറുണ്ട്. ഈ സന്ദേശം നിങ്ങൾ ഒന്നുകൂടെ കേട്ടിട്ട് നിങ്ങളെ തന്നെ ഒന്ന് ക്രമീകരിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് ഒന്നുകൂടെ വരാം. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എന്താണ് നമ്മുടെ ബലഹീനത? നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയില്ല. എന്താണ് നമ്മുടെ ബലഹീനത? നമുക്ക് ദൈവത്തെ എപ്രകാരം പ്രസാദിക്കണം എന്നറിയില്ല. നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകണം. ശിശുക്കളെ പോലെയാകുക. ദൈവത്തിന്റെ ആത്മാവിൽ പരിപൂർണമായും ആശ്രയിക്കുക. ആത്മാവിൽ ദരിദ്രരാകുക. ആത്മാവിൽ ജനിച്ചിരിക്കുന്നവനെ ആത്മാവിൽ ദരിദ്രരാകുക. മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവന്റെ ചിന്തയിൽ സമ്പന്നനാകണം, അവന്റെ ഭാവി സമ്പന്നമായിരിക്കണം, അവന്റെ ജീവിതം സമ്പന്നമായിരിക്കണം. അവൻ തൊടുന്നതും കഴിക്കുന്നതും രുചിക്കുന്നതും അവൻ നടക്കുന്നത് എല്ലാം സമ്പന്നതയിലായിരിക്കണം. എന്നാൽ ദൈവം പഠിപ്പിക്കുന്നത് റിവേഴ്സാണ്. ദരിദ്രനായിരിക്കണം. എങ്ങനെ ദരിദ്രനായിരിക്കണം? ദൈവിക വിഷയങ്ങളിൽ ദരിദ്രനായിരിക്കണം. അതായത് ദൈവിക വിഷയങ്ങളിൽ ജഡീകമായ നിലവാരത്തിൽ നിൽക്കരുത്. പകരം പരിപൂർണമായും ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കണം. അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും ക്രിസ്തുവിൻ്റെതല്ല. നിങ്ങൾ ഇന്നും വെറും ഒരു ക്രിസ്ത്യാനിയാണ്. വെറും ഒരു ക്രിസ്ത്യാനിക്ക് സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ സ്വന്തം മനസ്സിനെ അനുസരിക്കാതെ, സ്വന്തം മനുഷ്യാത്മാവിനെ അനുസരിക്കാതെ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തി മാത്രമാണ് ക്രിസ്തുവിന്റെ അനുയായി, ദൈവത്തിന്റെ പൈതൽ. ഒരു മാനസാന്തരം ആവശ്യമാണ്. കർത്താവേ, ഈ പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥന വേണം. ദൈവത്തിന്റെ ആത്മാവേ, ഈ ലോകത്തുള്ള ആരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേലും സാരമില്ല, എനിക്ക് അങ്ങേ മനസ്സിലാക്കാൻ എന്നെ അങ്ങയുടെ ആത്മാവ് സഹായിച്ചേ പറ്റൂ എന്ന പ്രാർത്ഥന ഉയരട്ടെ. കാരണം ലോകസ്നേഹം നീങ്ങിപ്പോകും, വ്യക്തിബന്ധങ്ങൾ നീങ്ങിപ്പോകും. എന്നേക്ക് നിലനിൽക്കുന്നവനെ മാത്രം നോക്കിയാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തമായിട്ട് ഇന്ന് സംസാരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനോടുകൂടെ ചേരാൻ വിളിക്കപ്പെട്ട നാം ക്രിസ്തുവിനോടുകൂടെ തന്നെ ചേർന്നിരുന്നേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീണ്ടും ജനിച്ചു എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ ആ വീണ്ടും ജനനത്തിൻ്റെ സ്വഭാവം നിങ്ങളിൽ വെളിപ്പെട്ടേ പറ്റൂ. അല്ല, നിങ്ങൾക്ക്
കർത്താവിൽ ഒരു പ്രയോജനവും ലഭിക്കുകയില്ല. നിങ്ങൾ എന്തൊക്കെ ഭാഗ്യമുള്ളവരെന്ന് പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ നന്മയുള്ളവരെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് എത്രയെത്ര അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞാലും, അതെല്ലാം അവസാനം വട്ടപൂജ്യമായിരിക്കും. നഗ്നനായി വന്നു, നിങ്ങൾ നഗ്നനായി വെറുതെ പോകും. എന്നാൽ ക്രിസ്തുവിൽ വസിക്കുന്ന വ്യക്തി നഗ്നനായി വന്നു, സത്യം തന്നെ. ആ വ്യക്തി പക്ഷേ നഗ്നനായി വെറുതെ പോകില്ല. ആ വ്യക്തി എല്ലാറ്റിൻ്റെയും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന ആ ശരീരത്തോടുകൂടെ ചേരപ്പെടും. നിങ്ങൾക്ക് എന്ത് വേണം എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് തീരുമാനിക്കണം. ഞാൻ ആ വചനത്തിലേക്ക് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരട്ടെ. 27 വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 8 അധ്യായത്തിന്റെ 27 വാക്യം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ദൈവത്തിന്റെ ആത്മാവ് ദൈവഹിത പ്രകാരം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു? കാരണം ക്രിസ്തു നമ്മുടെ മധ്യസ്ഥനായതുകൊണ്ടാണ്. പുതിയ നിയമത്തിന് ദൈവ മക്കൾക്ക് ഒരേ ഒരു മധ്യസ്ഥനെ ദൈവം തന്നിട്ടുള്ളൂ. മനുഷ്യർക്ക് ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. അത് സാക്ഷാൽ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന ദൈവത്തിൻ്റെ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രതിമയാകുന്ന സകലവും സൃഷ്ടിച്ച, സകലവും തനിക്ക് വേണ്ടി സൃഷ്ടിച്ച, താൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ട ആ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാലാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുന്നത്. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം ക്രിസ്തു വിശുദ്ധർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. കാരണം ക്രിസ്തുവാണ് പുതിയ നിയമത്തിൻ്റെ ഏക മധ്യസ്ഥൻ. വേറെ ആരിലും രക്ഷയില്ല. രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു നാമം, ഒരേ മധ്യസ്ഥൻ, ഒരേ രക്ഷകൻ, ഒരേ ദൈവം, ഒരേ ആത്മാവ്. മനസ്സിലാക്കണം, കർത്താവിനോടുകൂടെ ചേർന്നിരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം സഹായിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആരുടെ ഹൃദയത്തെ ആര് പരിശോധിക്കുന്നു? ദൈവത്തിൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് ദൈവത്തിൻ്റെ ചിന്ത എന്തെന്ന് മനസ്സിലാക്കി ആത്മാവ് ആ ചിന്ത തൻ്റെ ചിന്തയാക്കി, അതായത് ക്രിസ്തുവിൻ്റെ ചിന്തയാക്കി, ക്രിസ്തുവിൻ്റെ മനസ്സിൽ നിന്ന് ഉള്ളത് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇതൊരല്പം പാടാണ്, എന്നാൽ ഇത് സത്യമാണ്. ആത്മാവ് നമ്മുടെ ചിന്തയല്ല നമ്മിൽ വെളിപ്പെടുത്തുന്നത്. ആത്മാവ് നമ്മുടെ ചിന്തക്കനുസരിച്ചല്ല പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആത്മാവ് ജഡത്തെയാണ് നോക്കുന്നത്. മനസ്സിലാക്കണം, ആത്മാവ് ജഡത്തെയല്ല നോക്കുന്നത്. ആത്മാവ് നോക്കുന്നത് ആത്മാക്കളുടെ ഉടയവനെയാണ്. ആ നല്ല ഇടയനെയാണ് നോക്കുന്നത്. ആത്മാവിൻ്റെ ചിന്തയെന്ന് പറയുന്നത് ആത്മാക്കളുടെ ഉടയവന്റെ ചിന്തയാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് നാം ഇവിടെ വായിച്ചത്. ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആത്മാവിന് എങ്ങനെ ദൈവഹിതം അറിയാം? കാരണം ആത്മാവ് ദൈവത്തിൻ്റെ ഭാഗമാണ്. ആത്മാവ് ദൈവഹിതമാണ് നോക്കുന്നത്. അടുത്ത വാക്യം, 28 വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇത് വായിച്ച് സന്തോഷിക്കുന്ന, ഇത് വായിച്ച് ആസ്വദിക്കുന്ന എല്ലാവരുമുണ്ട്. അവർക്ക് ദൈവത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നറിയില്ല. അവർക്ക് ആത്മാവിലുള്ള പ്രാർത്ഥന എന്തെന്നറിയില്ല.
പക്ഷേ അവർക്കൊരു കാര്യം അറിയാം, സകലതും നന്മയ്ക്ക്, സകലതും നന്മയ്ക്ക്. പോസിറ്റീവ്, ബി പോസിറ്റീവ്. ഒന്നുമല്ല. സത്യസന്ധമായിട്ട് വചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ വചനവും പറഞ്ഞ് ആ വചനത്തിൽ ആസ്വദിച്ച് ആശ്വസിച്ചൊന്നും ഇരിക്കാൻ തോന്നില്ല. പകരം നാം എപ്രകാരം ദൈവത്തെ സ്നേഹിക്കണം, എൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹം ഞാൻ എത്രത്തോളം തികഞ്ഞു വന്നു, എത്രത്തോളം ഞാൻ കർത്താവിൻ്റെ മനസ്സുള്ളവനായിരിക്കുന്നു, ഞാൻ എത്രത്തോളം കർത്താവിൻ്റെ മനസ്സിനനുസരിച്ച്, കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച്, ആത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നെ ഏൽപ്പിക്കുന്നുണ്ട്, എത്രത്തോളം എന്നിൽ ആത്മാവിൻ്റെ പ്രാർത്ഥന വെളിപ്പെടുന്നു, എത്രത്തോളം എന്നിൽ ജഡത്തിൻ്റെ പ്രാർത്ഥന വെളിപ്പെടുന്നു എന്നെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, 100 വിശ്വാസികൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 1-2 പേരെ സത്യസന്ധമായി ദൈവത്തെ സ്നേഹിക്കുന്നവരെ കാണാൻ കഴിയും. ഞാൻ പറയുന്നത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമാണ്, ചുരുക്കം. ഇന്ന് ക്രിസ്ത്യാനിറ്റി ലോകത്തെ ഏറ്റവും വലിയ മതമാണ്. പക്ഷേ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അതൊരു മതമല്ല, മനുഷ്യൻ്റെ ദൃഷ്ടിയിലാണ് അതൊരു മതം. ജഡപ്രകാരം നോക്കുന്നവർക്കാണത് മതം. ആത്മാവിനാൽ വീണ്ടും ജനിച്ചവർക്ക് അതൊരു ബന്ധമാണ്. അതിനായിട്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെയും എന്നെയും ഒരുക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിൽ തികഞ്ഞു വരുന്നവരാകുവിൻ, ക്രിസ്തുവിൽ വസിപ്പിൻ, ദൈവാത്മാവിൻ്റെ നിയോഗങ്ങളെ അറിയുവിൻ, വചനപ്രകാരം ആത്മീക പക്വതയിലേക്ക് വരുവിൻ. അതിനായിട്ട് തന്നെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അതെ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ വിഷയങ്ങളിൽ നിങ്ങളെ സഹായിക്കുവാനാണ് നിങ്ങളിലായിരിക്കുന്നത്. നിങ്ങളും കർത്താവും ഒന്നായി ചേരുക എന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിച്ചുകൊണ്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ ദൈവത്തിൻ്റെ പ്രവൃത്തി. അതാണ് ദൈവാത്മാവിൻ്റെ ഹിതം. പലരും പറയാറുണ്ട്, കർത്താവിൻ്റെ ഹിതം നടക്കട്ടെ, കർത്താവിൻ്റെ ഹിതം നടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയും. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വിഷയങ്ങളിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിഷയത്തിലാണ്. അപ്രകാരമായി തീരുവാൻ കർത്താവിൻ്റെ ആത്മാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. കർത്താവ് ഏവരെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.